നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേരള കോവിഡ് ഡാറ്റ അനാലിസിസിന്റെ പാർട്ട് 2 ആണ്. പ്രധാനമായിട്ടും നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് രണ്ട് രീതിയിലുള്ള പ്ലോട്ടുകളാണ്. ഒന്ന് ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തപ്പോൾ തന്നെയുള്ള മാപ്സും അതിനോടനുബന്ധിച്ച ഡീറ്റെയിൽസും നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. സെക്കൻഡ്, നമ്മളൊരു സ്റ്റാക്ക്ഡ് ബാർ പ്ലോട്ട് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു രണ്ട് എക്സസൈസോട് കൂടി നമ്മുടെ പ്രോജക്റ്റും എൻഡ് ചെയ്യാണ്. മറ്റൊരുപാട് പ്ലോട്ടുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് നിങ്ങൾക്ക് സ്വന്തം എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. നമ്മൾ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എല്ലാം തന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസിൽ പറഞ്ഞതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് കേസസ് ഇൻ കേരളയാണ്. അതിൽ തന്നെ പ്ലോട്ടിന്റെ സ്റ്റൈൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതൊരു മാപ്പ് പ്ലോട്ട് ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതേ മാപ്പ് പ്ലോട്ട് ചെയ്തേക്കുന്നതാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്ലോട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കേരളത്തിന്റെ മാപ്പ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ ഡിസ്ട്രിക്റ്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡാറ്റയുടെ ഇൻഫർമേഷൻസും, എത്രയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, എത്രയാണ് ആക്റ്റീവ് കേസസ് ഉള്ളത്, ഡെത്ത് കേസസ് എത്രയാണ്, ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ മൗസ് പോയിന്റർ കൊണ്ടുവെക്കുമ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. സിമിലർലി നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. മാത്രമല്ല ഇവിടെ ഒരു സ്കെയിൽ ഉണ്ട്. ആ സ്കെയിൽ കാണിക്കുന്നത് ഡെൻസിറ്റി എവിടെയാണ് കൂടുതൽ അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഡാർക്ക് യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഉദാഹരണം എനിക്ക് തോന്നുന്നു എറണാകുളത്തായിരിക്കും കൂടുതൽ തോന്നുന്നു, 14K വരുന്നുണ്ട്. ബാക്കിയെല്ലാം അതിനനുസരിച്ച് കുറവാണ്. അപ്പൊ ആ രീതിയിൽ ഒരു ഡെൻസിറ്റി പ്ലോട്ടും കൂടിയാണ് ഇത്. ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്ലോട്ട് എങ്ങനെ പ്ലോട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ലൈബ്രറി എന്ന് പറയുന്നത് ഫോളിയം ആണ്. ഫോളിയം ബൈ ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ഉണ്ടാവില്ല. സോ യു ഹാവ് ടു ഇൻസ്റ്റാൾ ഇറ്റ്. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ നമ്മൾ ഒരു പാത്ത് സെറ്റ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോൾഡർ പാത്താണ് ഞാൻ ഇവിടെ ഡയറക്ടറി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോളിയം ലൈബ്രറി നമ്മൾ കോൾ ചെയ്യുന്നു. അടുത്തത് നമ്മൾ പറയുന്നത് ഡാറ്റ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇത് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്, സെയിം ലിങ്ക് തന്നെയാണ്. നമ്മൾ ആകെ അതിൻ്റെ അകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡേറ്റ് വൈസ് ഇൻഫർമേഷൻസ് ആണ് ഡൗൺലോഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് ഇൻഫർമേഷൻ ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ആ ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ളൊരു ഇൻഫോർമേഷൻ ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. അത്രയും ഡിസ്ട്രിക്റ്റിലെ കൺഫേംഡ്, ആക്റ്റീവ്, അതുപോലെ തന്നെ റീകവേർഡ്, ഡെത്ത് കേസസ്. നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതേ എക്സൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ എക്സലിൽ ഞാൻ അഡീഷണൽ ആയിട്ട് 3 ഇൻഫർമേഷനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്, പിന്നെ രണ്ടാമതായിട്ട് ഞാനൊരു ഐഡിയുടെ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിന്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിക്കാവുന്നതേ ഉള്ളൂ. ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും ഓരോ ഡിസ്ട്രിക്റ്റിന്റെ. അത് ഇവിടെ കോപ്പി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ പൈത്തണിൽ തന്നെ ചില പാക്കേജസ് അവൈലബിൾ ആണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതായാലും ഞാൻ മാനുവലി ആണ് ചെയ്തിരിക്കുന്നത്. മാനുവലി ഈ ഒരു ഇൻഫർമേഷൻ ഒക്കെ കോപ്പി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓരോ ഡിസ്ട്രിക്റ്റിനും സെപ്പറേറ്റ് ഐ ഡി കൊടുത്തിട്ടുണ്ട്. എവിടുന്നാണ് ഈ ഐ ഡി കിട്ടുന്നത് എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പക്ഷെ ഈ ഒരു ഇൻഫർമേഷനും കൂടി അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് വേണം ഈ ഒരു എക്സസൈസിന്. ഈ കോളം FGH നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഡാറ്റയിൽ, അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന CSV ഫയലിൽ ഈ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവില്ല. അത് പ്രത്യേകം ഓർക്കുക. ആദ്യം തന്നെ നമ്മൾ പാണ്ടാസ് ഉപയോഗിച്ച് നമ്മുടെ ഡാറ്റനെ വിളിക്കുന്നു. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോളിയം മാപ്പാണ്. ഇപ്പോൾ ഫോളിയം മാപ്പിൽ നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്ന് ലൊക്കേഷൻ ആണ്. ഇത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് റാൻഡം ആയിട്ട് ഡമ്മി ആയിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഏത് ടൈപ്പാന്നുള്ളതാണ്. മാപ്പിന്റെ ടൈപ്പാണ് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്ന് പറയുന്നത്. പിന്നെ ആ മാപ്പ് സൂമിങ്, സൂം ഔട്ടിന്റെ ഇൻഫർമേഷൻസ് ഒക്കെയാണ് പിന്നീട് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു മാപ്പ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലിരിക്കും. നമുക്ക് ഉദ്ദേശിച്ച കേരളത്തിൻ്റെതായിട്ടുള്ള ഇൻഫർമേഷൻ അത്രയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു മാപ്പ് സൂം ചെയ്യാം. കാരണം നമ്മൾ സൂം ഓപ്ഷൻ കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ പ്ലസ് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സൂം ചെയ്യാം. സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിട്ട് വരുന്നതാണ്. രാജ്യത്തിന്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തിന്റെ പേരോ അത്രയും കാര്യങ്ങൾ മാപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അത് സൂം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് വേണ്ട മാപ്പ് ആയിട്ടില്ല. നമുക്ക് ശരിക്ക് കേരളത്തിന്റെ മാപ്പാണ് ഇവിടെ വേണ്ടത്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല.
അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ മാപ്പിൽ നമുക്ക് വേണ്ട ഡാറ്റാസ്, നമ്മൾ കുറച്ചു മുമ്പ് CSV ഫയലിൽ കാണിച്ച ഡാറ്റാസ് നമുക്ക് ആ ഒരു കേരളത്തിന്റെ മാപ്പിൽ കിട്ടിക്കാനാണ് അടുത്ത് ശ്രമിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് കുറച്ചു മുന്നേ നമ്മൾ പ്ലോട്ട് ചെയ്ത മാപ്പിലേക്ക് ആഡ് ചെയ്യാണ്. അതാണ് ആഡ് ടു എം. എം എന്ന് പറയുന്നത് ഏതാണ്? എം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു മുമ്പ് ഇവിടെ ഡിഫൈൻ ചെയ്ത ഈ ഒരു എം ആണ്. ഇതിലേക്ക് ആഡ് ചെയ്യാണ്. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ആഡ് ചെയ്യുന്നത്? നമ്മൾ ഒന്ന് ലൊക്കേഷന്റെ അവിടെ ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് കൊടുക്കുന്നു. ഇതെന്ത് ചെയ്യാണ്? നമ്മൾ ലൂപ്പ് ചെയ്യുക. ഫോർ ഐ ഇൻ ദ റേഞ്ച് ഓഫ് ലെങ്ത് ഓഫ് ഡി എഫ്. ഡി എഫ് എന്ന് പറയുന്നത് നമ്മൾ വിളിച്ച ഡാറ്റയാണ്. അപ്പൊ അതിന്റെ ലെങ്ത്തിലാണ് നമ്മൾ ലൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എക്സൽ ഏത് ഓർഡറിലാണോ കിടക്കുന്നത്, ഉദാഹരണത്തിന് ആദ്യം ആലപ്പുഴയാണ്, ആദ്യം ആലപ്പുഴയുടെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് വാല്യൂസ് എടുക്കുന്നു. സിമിലർലി പിന്നെ എറണാകുളം, അങ്ങനെ ഓരോ പ്രാവശ്യം ലൂപ്പ് ചെയ്യുമ്പോൾ ഓരോ വാല്യൂസ് എടുക്കുന്നതായിരിക്കും. നമുക്ക് ഡിസ്പ്ലേ എങ്ങനെയായിരിക്കണം എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ടൂൾ ടിപ്പ് എന്നാണ്. എങ്ങനെയാണ് നിങ്ങളുടെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടേണ്ടത്. ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു HTML ഫോർമാറ്റ് സ്റ്റൈലാണ്. അതിന്റെ ഒരു ഫോർമാറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇവിടെ പ്രധാനമായിട്ടും ബോൾഡ് ഡിസ്ട്രിക്ട് എന്നുള്ളത് എഴുതി കാണിക്കണം. ആ ഡിസ്ട്രിക്ട് ഏതാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഡാറ്റയിൽ നിന്നും, നമ്മുടെ ഡാറ്റ ഫ്രെയിമിൽ നിന്നും നിങ്ങൾ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു കോളം നിങ്ങൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. സിമിലർലി കൺഫേംഡ് കേസസിന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് കൺഫേംഡ് എന്നായിരിക്കണം. അതുപോലെ തന്നെ കൺഫേംഡിന്റെ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ആ പർട്ടിക്കുലർ നമ്മളുടെ ഡിഫൈൻ ചെയ്ത ഡാറ്റയിൽ നിന്നായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതിന്റെ ഇൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്താണ് df.iloc ഒക്കെ, ഇതൊക്കെ നമ്മൾ നമ്മുടെ ബേസിക് പാണ്ടാസ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ഇപ്പം കാർഡിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും ബേസിക് പാണ്ടാസിന്റെ സെഷൻസ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതുള്ളൂ. സിമിലർലി നമുക്ക് ഡെത്തിന്റെ കേസും കൊടുക്കണം. സോ അതേ ഇൻഫർമേഷൻ നമ്മൾ നമ്മുടെ ഡാറ്റയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നു. പിന്നെ നമ്മൾ അടുത്തത് കൊടുക്കേണ്ട ഒരു ഇൻഫർമേഷൻ ആണ് റേഡിയസ് എന്നുള്ളത്. അതായത് എത്ര റേഡിയസിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത്രയും ഇൻഫർമേഷൻസ് നിങ്ങൾ നേരത്തെ പറഞ്ഞ മാപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഓൾറെഡി ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കേരളത്തിന്റെ മാപ്പിൽ കുറെ പോയിന്റ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആ പോയിന്റ്സിന്റെ അടുത്ത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ മൗസ് കൊണ്ടേ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നതാണ്. ഡിസ്ട്രിക്ട് പാലക്കാട് നിന്ന് കിട്ടുന്നു, കൺഫേംഡ് എത്രയാണെന്നുള്ളത് കിട്ടുന്നു, ഡെത്ത് കേസസ് എത്രയാണെന്ന് കിട്ടുന്നു. ഇതേ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ബേസിക്കലി കുറച്ചു മുമ്പ് ഈ ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞ സാധനത്തിലൂടെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രിംഗ് ആണ് നമ്മൾ കൊടുത്തത്. പിന്നെ അതിന്റെ ഡിസ്ട്രിക്റ്റിന്റെ പേരാണ് ഈ ഒരു ഇൻഫർമേഷൻ കളക്ട് ആവുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സൂം ചെയ്യാം. കൂടുതൽ സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാവുന്നതുള്ളൂ. വെറുതെ നിങ്ങളുടെ മൗസ് പോയിന്റർ ഒന്ന് ആ പോയിന്റർ നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ മാപ്പ് ഒന്ന് നമ്മൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒന്നുകൂടി പ്രോഗ്രസ് ചെയ്തു. പക്ഷെ നമുക്ക് വേണ്ട, നമ്മൾ എക്സ്പെക്ട് ചെയ്തുള്ള രീതിയിലുള്ള ഒരു ഗ്രാഫ് നമുക്കായിട്ടില്ല. അതിൽ നമുക്ക് കേരളത്തിന്റെ മാപ്പ് മാത്രമേ വേണ്ടൂ. അപ്പൊ അവിടേക്ക് പോകാനായിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇൻപുട്ടിന്റെയും കൂടി ആവശ്യമുണ്ട്. അതാണ് ഈ district.json ഫയൽ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു റെഫറൻസ് പറഞ്ഞിരുന്നു. അവരുടെ ഒരു ഗിറ്റ്ഹബ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ഈ ഒരു ഫയൽ അവൈലബിൾ ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ, ഞാൻ ഈ ഫയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതുള്ളൂ. ഈ ഒരു ഫയല് നമ്മൾ ലോഡ് ചെയ്യുന്നതാണ് ആദ്യം കാണിക്കുന്നത്. ആ ഫയൽ ലോഡ് ചെയ്യുന്ന വേരിയബിൾ ആണ് കേരള ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഫയലിലുള്ള ഇൻഫർമേഷൻസ് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആ പർട്ടിക്കുലർ ഫയൽ ഇവിടെ നമ്മൾ നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾക്ക് കാണാം ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. ഈ ഫീച്ചേഴ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ വരുന്നതാണ് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ് നെയിം, അതിനെയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രിംഗ് കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഏതാണ് നമ്മുടെ സ്റ്റേറ്റ്, അത് കേരളയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റിന്റെ ഫയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയുടെ മാപ്പാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എൻ്റയർ ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത്ര ഇൻഫർമേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അതിന്റെ ഒരു കോഡ് എത്രയാന്നുള്ളത്, കോഡ് 32 ആണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിനും നമുക്ക് ഓരോ IDs ഉണ്ട്. ഉദാഹരണത്തിന് ആലപ്പുഴയ്ക്ക് 11 ആണ്. സിമിലർലി എറണാകുളത്തിന് 8 ആണ്. ഇതേ ഐഡിയ ആണ് ബേസിക്കലി നമ്മൾ നമ്മുടെ ഇൻപുട്ട് എക്സലില് നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പൈത്തൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എക്സലിലേക്ക് റൈറ്റ് ചെയ്യാം. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ 14 സ്റ്റേറ്റേ ഉള്ളൂ. അപ്പോൾ 14 സ്റ്റേറ്റിന്റെ ഇൻഫർമേഷൻ മാനുവലി ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഞാനിവിടെ മാനുവലി ആണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഫെച്ച് ചെയ്യുന്ന 2 ഇൻഫർമേഷൻസ് ആണ്. ഒന്ന് നമ്മുടെ സ്റ്റേറ്റിന്റെ ഇൻഫർമേഷൻ, രണ്ടാമത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ID ഇൻഫർമേഷൻ. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ ഒരു ഡിക്ഷണറിയിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടതായി. ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. നമ്മളൊരു എംപ്റ്റി ഡിക്ഷണറി ആദ്യം ഡിഫൈൻ ചെയ്യുന്നു. ഈ കേരള ഡിസ്ട്രിക്റ്റ് തന്നെ നമ്മൾ ലൂപ്പ് ചെയ്യുന്നു ഫീച്ചേഴ്സിനെ.
അപ്പോൾ ഫീച്ചേഴ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ സ്റ്റേറ്റിന്റെ ഇൻഫർമേഷനും അതുപോലെ തന്നെ ID ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഡിക്ഷണറി. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമുക്ക് സ്റ്റേറ്റിന്റെ ഇൻഫർമേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഈ IDയുടെ ഇൻഫർമേഷൻ. ഇത് രണ്ടും റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കോഡ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ വേണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫീച്ചറിനെ ലൂപ്പ് ചെയ്യുന്നു. ലൂപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം എന്താണ് ഇവിടെ കിട്ടുന്നത് എന്നുള്ളത്. ഈ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടിരുന്നു. ഡിസ്ട്രിക്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഏതാണ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഡുകൾ. ഇത്ര ഇൻഫർമേഷൻസ് ആണ് ഇവിടെ ഫീച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഫീച്ചറിലുള്ള ഐഡിയെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനാണ് നമ്മൾ ഈ ഡിസ്ട്രിക്ട് സെന്റർ കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ വിളിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഐഡിയെ ഫീച്ചർ ID എന്ന് പറഞ്ഞിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ ഫീച്ചർ ID ഞാൻ നിങ്ങൾക്കൊന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. സോ ആ ഒരു പർട്ടിക്കുലർ നമ്പേഴ്സ് എല്ലാം തന്നെ ഒരു ഫീച്ചർ IDയിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡിക്ഷണറിയിലേക്ക് ഈ ഒരു 2 ഇൻഫർമേഷൻ നമ്മൾ റൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് കൂടി നിങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഡിക്ഷണറിയിലേക്ക് ഈ ഡിസ്ട്രിക്ട് ID മാപ്പ് എന്ന് പറയുന്നത് ഒരു എംപ്റ്റി ഡിക്ഷണറി ആയിരുന്നു. അതിലേക്ക് നമ്മൾ 2 ഇൻഫർമേഷൻസ് പ്രധാനമായിട്ടും സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ ഇൻഫർമേഷൻ, 2 നമ്മുടെ IDയുടെ ഇൻഫർമേഷൻ. ഇത് എവിടുന്നാണ് കിട്ടുന്നത്? ബേസിക്കലി ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫയലിൽ നിന്നാണ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലോട്ട്ലിയുടെ കുറച്ച് മോഡ്യൂൾസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു 2 സെഷനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലോട്ട് എന്ന് പറയുന്നത് ക്ലോറോപിത്ത് എന്ന് പറയുന്ന ഒരു മാപ്പാണ്. അത് ബേസിക്കലി കളേർഡ് പോളിഗൺസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റേറ്റും ഓരോ കളേഴ്സിലാണ് വരിക. ആ കളർ എന്താണെന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ കൂടുതലും ഉദ്ദേശിക്കുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ട് എവർ നമ്പർ വിച്ച് വി ആർ ഗിവിംഗ്. അത് ആക്റ്റീവ് കേസസ് ആണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി, ഇനി കൺഫേംഡ് ആണെങ്കിൽ അങ്ങനെ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ഹെൽപ്പ് മാനുവലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പല രീതിയിലുള്ള പ്ലോട്ടുകൾ ഓൾറെഡി അവർ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ലിങ്ക് പോവുക, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് വേണ്ട മാപ്പ് നമ്മൾ ഇനി ഒരു ഒറ്റ സ്റ്റെപ്പിൽ കിട്ടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാപ്പ് എന്താണ് കിട്ടുന്നത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പൊ കേരളത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു മാപ്പാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ഡെൻസിറ്റി മാപ്പാണ്. ആ ഡെൻസിറ്റിയുടെ ഇൻഫർമേഷൻ ആണ് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ആക്റ്റീവ് കേസസ് ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ചു മുമ്പ് നമ്മൾ കണ്ടിരുന്നു എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസസ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എറണാകുളത്താണ് ഉള്ളത്. അപ്പൊ നിങ്ങളുടെ മൗസ് പോയിന്റർ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഡിസ്ട്രിക്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് അതിന്റെ ID നമ്മൾ ഉപയോഗിച്ചത് ഏതാണ്, ഡിസ്ട്രിക്ട് ഏതാണ്, പിന്നെ എത്ര ആക്റ്റീവ് കേസസ് ഉണ്ട്. ഇത്ര ഇൻഫർമേഷൻസ് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോയി വെക്കുവാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ടോട്ടലി എക്സ്പ്രസ് വിളിക്കുന്നു. അതിന്റെ അകത്തുള്ള ആളാണ് ഈ ക്ലോറോപിത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള മാപ്പാണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. EF എന്ന് പറയുന്നതാണ് നമ്മുടെ ഡാറ്റ. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ നോക്കുക, നിങ്ങളുടെ ലൊക്കേഷൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ID ആണ് കൊടുക്കുന്നത്. കാരണം നമ്മളെ ലൊക്കേഷൻ ID നമ്മൾ ഓൾറെഡി മാപ്പ് ചെയ്തതാണ്. ജിയോസ് എന്ന് പറയുന്നത് എവിടെയാണ് ആ ഫയൽ സ്റ്റോർ ചെയ്തേക്കുന്നത്, ആ ഒരു വേരിയബിൾ ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അതും കൊടുക്കുന്നു. കളർ ഏതാണ്, ആക്റ്റീവ് ആണ് വേണ്ടത്. നമ്മൾ ആക്റ്റീവ് കേസസ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. ഈ ഹോവർ നെയിമും ഹോവർ ഡാറ്റയും നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡിസ്ട്രിക്റ്റ് ആണ്. കാരണം നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് ആണ് നമുക്ക് ഇൻഫർമേഷൻസ് വേണ്ടത്. അതുകൊണ്ടാണ് 2 നമ്മൾ ഡിസ്ട്രിക്ട് കൊടുക്കുന്നു. ഒന്ന് നിങ്ങൾ കൊടുക്കുന്നത് സ്ട്രിങ് ആണ്. ഈ ഒരു ഡാറ്റ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ മൗസ് പോയിന്റർ വെക്കുമ്പോൾ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത്. ഒന്ന് എവിടെ നിന്നാണ് ആ ഡാറ്റ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ ആണ്. ഈ ഒരു ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഡിഫൈൻ ചെയ്ത ഡാറ്റയിലെ ഡിസ്ട്രിക്ട് ആണ്. അത് ആലപ്പുഴ ആവാം, എറണാകുളം ആവാം, എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പൊ അങ്ങനെയാണ് ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ടൈറ്റിലും കൊടുക്കുന്നു. അതിന്റെ ഫോർമാറ്റിന് ആവശ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫിറ്റ് ബൗണ്ട് ഏതാണ്, ലൊക്കേഷൻസ് നമ്മൾ കൊടുക്കുന്നു. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അവൈലബിൾ ആവില്ല. വിസിബിൾ ഫോൾസ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ദെൻ ഫിഗർ. ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോഴേ നമുക്ക് കേരളം മാത്രമായിട്ട് കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് കേരളം മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഓരോ ഡിസ്ട്രിക്റ്റിന്റെ മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതത് ഡിസ്ട്രിക്റ്റിന്റെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. സിമിലർ ആയിട്ടുള്ള ഡാറ്റയാണ് നിങ്ങളുടെ വെബ്സൈറ്റിലും ഉള്ളത്. നിങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം ഇവിടെ ആക്റ്റീവ് കേസസ് മാത്രമല്ല മറ്റ് കേസസും കൂടി ഉണ്ട്. കളർ പ്ലോട്ട് ഒക്കെ നമ്മളതാണ് കുറച്ചുകൂടി ഒന്ന് സ്റ്റൈലിഷ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ എല്ലോടെ തന്നെ ഒരു റേഞ്ചേ കാണുന്നുള്ളൂ. പക്ഷെ നമ്മുടെ കളർ പ്ലോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കളർഫുൾ ആണ്. അപ്പൊ നമുക്ക് എവിടെയാണ് കൂടുതൽ കുറവെന്നുള്ളത് വളരെ ഈസിലി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പൊ മാപ്പ് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നത്. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്ലോട്ടുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബാർ പ്ലോട്ട് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സ്റ്റാക്ക് പ്ലോട്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് കാണാം. ആ ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 ഇൻഫർമേഷൻസ് കാണാം, ആക്റ്റീവ് കേസസും ഡെത്തും. ഇത് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കും. ഇതേ രീതിയിലുള്ള ഒരു സ്റ്റാക്ക് ഗ്രാഫ് ആണ് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ വളരെ ബേസിക്സ് എന്ന് തുടങ്ങാം. ഒരു ബാർ ചാർട്ട് എങ്ങനെയാണ് പ്ലോട്ടിൽ വെച്ച് പ്ലോട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ മുന്നേ കണ്ടതാണ്. വളരെ സിമ്പിൾ ആണ്. പ്ലോട്ട്ലി എക്സ്പ്രസ്സിൽ ബാർ നമ്മുടെ ഡാറ്റ, അതുപോലെ തന്നെ എക്സ് എന്താണ് വൈ എന്താണെന്ന് കൊടുക്കുന്നു, നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്നു. പ്ലോട്ട്ലിയിൽ ബൈ ഡിഫോൾട്ട് നിങ്ങളുടെ മൗസ് പോയിന്റർ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇത് നമ്മൾ മുന്നേ കണ്ടതാണ്. ബൈ ഡിഫോൾട്ട് ഇതിന്റെ കളർ ബ്ലൂ ആണ്. നമ്മൾ അടുത്ത കേസിൽ നമ്മൾ കളർ ഒന്ന് മാറ്റി പിടിക്കുന്നു. ഈ ഒരു കളർ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത കളറാണ് മുകളിൽ. അപ്പൊ നമുക്ക് ഇവിടെ കളർ മാറി കിട്ടിയതായിട്ട് കാണാം. മറ്റു ഡാറ്റകളോ അല്ലെങ്കിൽ മറ്റു ഇൻഫർമേഷൻസോ ഒന്നും മാറിയിട്ടില്ല. ജസ്റ്റ് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുത്തു നമുക്ക് ഇഷ്ടപ്പെട്ട കളർ. അടുത്ത കേസിൽ നമ്മൾ 2 ഇൻഫർമേഷൻസ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്, ആക്റ്റീവും ഡെത്തും. കാരണം നിങ്ങളുടെ ആക്ച്വൽ പ്ലോട്ടിലും ഈ 2 ഇൻഫർമേഷൻസ് ഉണ്ട്. 2 സെപ്പറേറ്റ് കളറാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മേക്ക് സബ്പ്ലോട്ടിനെ വിളിക്കുന്നു. അപ്പോൾ മേക്ക് സബ്പ്ലോട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഇവിടെ കാണിച്ചു തരാം എന്താണ് മേക്ക് സബ്പ്ലോട്ടിൽ വരുന്നത് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആക്റ്റീവ് കേസസും ഡെത്ത് കേസസും സെപ്പറേറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതേ ഇൻഫർമേഷൻസ് ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് എത്ര റോ വേണം, എത്ര കോളം വേണം എന്നുള്ളത്. നമുക്ക് ഒരു റോയും 2 കോളവും ആണ് വേണ്ടത്. ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. എക്സ് ആക്സിസ് ഷെയർഡ് ആണോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് കാണാം സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സ് ആക്സിസ് ഉണ്ട്. ഫോൾസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്പേസിംഗ് എത്ര വേണം, അതിന്റെ ഹെഡിങ് എന്തായിരിക്കണം, ആ 2 ഇൻഫർമേഷൻസ് ആണ് ഇവിടെ കൊടുത്തത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ഡാറ്റ ആഡ് ചെയ്യണം. നമ്മൾ മുന്നേ കണ്ടതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആള് ആഡ് ട്രേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഡാറ്റ ഇൻഫർമേഷൻസ് നിങ്ങൾ ആഡ് ചെയ്യുന്നു. അതിന്റെ ലേഔട്ടിന്റെ ഹൈറ്റ് നിങ്ങൾ കൊടുക്കുന്നു. പിന്നെ ഫിഗർ ഷോ. അപ്പൊ നിങ്ങൾക്ക് ആക്റ്റീവ് കേസസും ഡെത്ത് കേസസും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നു. ഇനി ഇത് രണ്ടും ഒരു പ്ലോട്ടിൽ കൊണ്ടുവരണമെങ്കിലോ നമ്മൾ ആകെ ചെയ്യേണ്ട വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോളം 2 എന്നുള്ളത് നമ്മൾ കോളം 1 ആക്കണം. സിമിലർലി ഇവിടെയും നമ്മളൊരു കോളം 2 എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, അതും കോളം 1 ആക്കുക. അപ്പൊ ഈ 2 ഇൻഫർമേഷനും കൂടി ഒറ്റ ഗ്രാഫിൽ കിട്ടുന്നതാണ്. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റ് പ്ലോട്ട് ചെയ്ത ഇൻഫർമേഷൻസ് എല്ലാം സെയിം ആണ്. ആകെ വ്യത്യാസം നമ്മൾ ഷെയർഡ് ആക്സിസ് നമ്മൾ ട്രൂ എന്ന് കൊടുക്കുന്നു, കാരണം ഇപ്രാവശ്യം ഒരു ഗ്രാഫേ ഉള്ളൂ. പിന്നെ നമ്മുടെ കോളത്തിന്റെ വാല്യൂ 2 ഇല്ല, 1 ഉള്ളൂ. മറ്റ് ഡാറ്റകളെല്ലാം അല്ലെങ്കിൽ മറ്റ് നമ്മൾ കൊടുത്ത ഇൻപുട്സ് എല്ലാം സെയിം ആണ്. ഒരേ ഡിസ്ട്രിക്റ്റിന് തന്നെ 2 പ്ലോട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തേത് നമ്മൾ ആക്റ്റീവ് കേസസ് ആണ്, രണ്ടാമത്തേത് ഡെത്ത് കേസസ്. ഇനി ഇതേ ഇൻഫർമേഷൻസ് തന്നെ നമുക്ക് സ്റ്റാക്ക് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ഡാറ്റ എല്ലാം ഡിറ്റോ സിമിലർ ആണ് പ്രീവിയസ് ഡാറ്റ ആയിട്ട്. ആകെ വ്യത്യാസം വരുന്നത് ഇവിടെ ഒരു ബാർ മോഡ് ഈക്വൽ ടു സ്റ്റാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ഇല്ലായിരുന്നു. അവിടെ നമ്മൾ ആകെ കൊടുത്തിരുന്നത് IT ഈക്വൽ ടു 400 ആയിരുന്നു. അതിന് പകരം നമ്മളൊരു ബാർ മോഡ് ഈക്വൽ ടു സ്റ്റാക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. നമുക്ക് ഒരേ ഗ്രാഫ് തന്നെ 2 ഇൻഫർമേഷനും സ്റ്റാക്ക് ചെയ്ത് കിട്ടിയതായിട്ട് കാണാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഈ ഒരു ഡാറ്റയ്ക്ക് ഈക്വലന്റ് ആണ്. നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് പല രീതിയിലുള്ള പ്ലോട്ടുകൾ കാണാം. പക്ഷെ അതൊക്കെ തന്നെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈ ഒരു 2 ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് സ്വയം എക്സ്പ്ലോർ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ ഏതെങ്കിലും രീതിയിലൊരു ഡാറ്റ വിഷ്വലൈസേഷൻ നടത്തും, ഇതുപോലെ തന്നെ ഒരു വെബ് ആപ്ലിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഹെൽപ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ നിർത്തുവാണ്. അടുത്ത ക്ലാസ് തൊട്ടിട്ട് നമ്മൾ മെഷീൻ ലേണിംഗിന്റെ ഇൻ ഡീറ്റെയിൽ കോൺസെപ്റ്റിലേക്ക് കടക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മീ. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് എപ്പിസോഡ്.